മാഡം, ഇത്രയും പറഞ്ഞ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഹെഡ്സ് ഓഫ് ആൻഡ് ബിഗ് സല്യൂട്ട്. സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ന്യൂസ് ചാനലിലൊക്കെ ഇപ്പോൾ ഇത് സംഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ബസ്സിൽ ഒരാൾ മോശമായി പെരുമാറി എന്നുള്ള രീതിയിൽ. ആ വീഡിയോ ഒക്കെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ആ പറയുന്ന വ്യക്തി ഇപ്പോൾ മരിച്ചിട്ടുണ്ട്. മരിച്ചതല്ല, ആത്മഹത്യ ചെയ്തു എന്നാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ഫൗസി ഹബീബ് എന്ന് പറയുന്ന മാഡം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടതാണ്. അപ്പൊ മാഡം ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവസാനം ഗേൾസിനോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരാണ് പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറൊരു അർത്ഥത്തിലായി പോകും. പക്ഷെ അത് മാഡം തന്നെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാഡത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം മാഡത്തെ പോലെയുള്ള വക്കീലന്മാരാണ്, അതിൽ അഡ്വക്കേറ്റ് എന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഡത്തെ പോലെയുള്ള വക്കീലന്മാരാണ് ഇന്ന് ഈ നാടിന് ആവശ്യം എന്ന് ഞാൻ ഉറപ്പിച്ച് പറയണേ. എന്തായാലും ആ ഒരു മാഡം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. ഈ മാഡത്തെ പോലെയുള്ള സ്ത്രീകള് മുന്നോട്ട് വരട്ടെ, ഇതേപോലെയുള്ള കാര്യങ്ങൾക്കെതിരെ മുന്നോട്ട് വരട്ടെ. അത് വക്കീലന്മാരായിക്കോട്ടെ, ഇനി സാധാരണ പെൺകുട്ടികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, ആരായാലും മുന്നോട്ട് വരട്ടെ. നിങ്ങളൊക്കെ മുന്നോട്ട് വന്നാലേ ഇനി കാര്യമുള്ളൂ. അത് അങ്ങനെയാണ്. നമസ്കാരം. ഇന്നലെ നമ്മളെല്ലാവരും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടീനെ ബസ്സിൽ ആ കുട്ടീനെ ചെസ്റ്റിൽ പിടിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി വീഡിയോ ഇട്ടത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് ഞാനത് കൂടുതലായിട്ട് ഒന്ന് കാണാനോ, 2 വീഡിയോ ആണ്, കണക്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അത് ഫസ്റ്റ് അയാളൊന്നും ചെയ്യുന്നില്ല, രണ്ടാമത്തെ അയാൾ തെറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് അതിൽ കാണുന്നത്. പക്ഷേ ആ പെൺകുട്ടി അയാൾക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കണ്ടത്. ഇന്ന് രാവിലെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ വീഡിയോയിലുണ്ടായിരുന്ന ആ വ്യക്തി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, കോഴിക്കോടുള്ള ഒരാളാണ്, മീൻചന്ത ആ ഒരു പരിസരത്തുള്ളതാണ്, മിംസ് ഹോസ്പിറ്റലിൻ്റെയൊക്കെ അവിടെയുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്നലെ രാത്രി ഹാങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറയാനാ? ആ പെൺകുട്ടിയോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലെ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കോണ്ടന്റ് ക്രിയേഷനും നിങ്ങളുടെ വ്യൂവേഴ്സും ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ, അതായത് വീട്ടിലുള്ള ആണുങ്ങളുണ്ടല്ലോ, അവരും ഇതേപോലെ വേറൊരു പെണ്ണിൻ്റെയും കൂടെ ഇരയാവും. പിന്നെ നിയമം എന്താണോ നിയമത്തിൽ ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ, ചെയ്യാൻ പറ്റുന്ന കാര്യം എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഈ പെൺകുട്ടി വീഡിയോ കാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പെൺകുട്ടി ഏത് രീതിയിൽ ഇതിനെ പ്രതികരിക്കും എന്നുള്ളതും അറിയില്ല. എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഒരു പ്രായമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ട് അദ്ദേഹത്തിന്. അയാൾ ഡിവോഴ്സ്ഡ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. വാട്ടെവർ, അതെന്തോ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയാവുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ സന്തോഷമുള്ള ഒരു കാര്യമല്ല. പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെങ്കിൽ പോലും അത് മറ്റുള്ളവരെ അഫക്ട് ചെയ്യാതിരിക്കുക. ഇപ്പം നിയമം, പോലീസ്, കോടതി ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം.